ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യും, വാക്വേയിലോട്ട് പോവുമായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയാണ് വാക്വേ കാണാൻ. അങ്ങനെ ഞങ്ങൾ വാക്വേയിലോട്ട് പോവുകയായിരുന്നു. വാക്വേയിലോട്ട് പോകുമ്പോൾ തന്നെ ഞങ്ങൾ വേറെയും കുറേ വയലോരം എന്ന സ്ഥലത്തോട്ടൊക്കെ പോകണമെന്നൊക്കെ കരുതി. പിന്നെ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. അവിടെ എന്തോ തിരക്കായിരുന്നു. അവിടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടേക്ക് പോകണതിന് പകരം എന്ത് ചെയ്തു, നേരെ ഞങ്ങൾ വയലോരത്തോട്ട് പോയിട്ടോ. വയലോരല്ല, സോറി, വാക്വേയിലോട്ട് പോയി. വാക്വേ അടിപൊളിയാണ്. ഞാനും എൻ്റെ ഉപ്പ വന്നപ്പോൾ ഞാൻ പോയതാണ്. ഞാനും എൻ്റെ ഉപ്പയും അനിയത്തിയും ഉമ്മയും ഉമ്മമ്മയായിരുന്നു പോയത് കേട്ടോ. അടിപൊളിയാണ് വാക്വേ കാണാൻ. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഈ വീഡിയോക്ക് നമ്മൾക്ക് റീച്ചൊന്നും കിട്ടുന്നില്ല. നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെത്തി, അവിടെ എത്തി. നല്ല അടിപൊളിയായിരുന്നു വാക്വേ ഒക്കെ കാണാൻ. ഞാനും എൻ്റെ അനിയത്തിയൊക്കെ പോവുമായിരുന്നു കേട്ടോ. അടിപൊളിയാണ്. അവിടെ പോയി നല്ല രസമാണ് കേട്ടോ നടക്കാനും കാര്യങ്ങളൊക്കെ. നിങ്ങൾ പോയിട്ടുണ്ടോ എന്നൊക്കെ പറയണം. കമൻറ്റിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. അതിന് എനിക്ക് നല്ല വിഷമമുണ്ടാവും. എൻ്റെ അനിയത്തി പറഞ്ഞാൽ പോയിട്ടുണ്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയാണ്. എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നു കൂടെ കേട്ടോ. ഞങ്ങൾ ഓരോ കഥയും അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുകയായിരുന്നു. നല്ല രസമാണ് വാക്വേക്കൂടി നടക്കാൻ. ഞങ്ങൾ പെരിന്തൽമണ്ണ വാക്വേക്കൂടിയായിരുന്നു പോയിരുന്നത്. അവിടെ കുറേ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയതൊന്നുമില്ല കേട്ടോ. ഫുഡ് കോർട്ടിലൊക്കെ കയറുന്നത് ചീത്തയാണെന്നൊക്കെ പറയും. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിലൊന്നും കയറില്ല. എന്നിട്ട് ഞങ്ങളങ്ങനെ നടക്കുന്നതായിരുന്നു. കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ കാണാൻ നല്ല രസമാണ്. ഞാൻ വെറുതെ തന്നെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. നല്ല രസമാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും പെരിന്തൽമണ്ണ ഭാഗത്തുള്ള ആൾക്കാരൊക്കെയാണ് വരിക. അങ്ങനെ ഞങ്ങൾ അബീസിൽ പോയിട്ടോ. അബീസിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ലൈമും ഷവർമയായിരുന്നു കഴിച്ചത് കേട്ടോ. ലൈമും ഷവർമയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പോവുകയാണെങ്കിൽ അബീസിലൊക്കെ പോയി നോക്കുക. അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് മടങ്ങിട്ടോ. അടിപൊളിയായിരുന്നു മടങ്ങിയതൊക്കെ. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ടാറ്റ ബൈ.